നനഞ്ഞു കുതിർത്ത് കണ്ണിൽ അഗ്നിയുമായി മുൻപിൽ നിൽക്കുന്ന അവനെ കണ്ട് ദക്ഷയ്ക്ക് പേടി തോന്നി. കണ്ണൊക്കെ ചുവന്നു, കഴുത്തിലെ ഞരമ്പൊക്കെ മുറുകി. അഗ്നി ദക്ഷയെ നോക്കി ചായ്പിൻ്റെ കതകടച്ചു കുറ്റിയിട്ടു. അവൻ്റെ ആ ഭാവം കണ്ട് ദക്ഷയിലൊരു വിറയിൽ പാഞ്ഞുപോയി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൾ തലകുനിച്ചു. അഗ്നി ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു അലറി. നീ എന്താടി പുല്ലേ, എൻ്റെ അടുത്ത് നിഗളിക്കാൻ നിൽക്കുവാണോ? നിന്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ പെരുമാറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൻ്റെ ശബ്ദവും കണ്ണിലെ ചുവപ്പും കണ്ട് ദക്ഷ വല്ലാതെ ഭയന്നു. എൻ്റെ അമ്മയെ മയക്കിയെടുത്ത പോലെ കുറേ പീക്കിരി പിള്ളേരെ കൂട്ടുപിടിച്ച് എന്നെ മയക്കാം എന്ന് നീ വിചാരിക്കണ്ട. കിട്ടിയ പണികളെല്ലാം തിരിച്ചു ഇരട്ടിയായി കൊടുത്തേ ഈ അഗ്നിദേവ് ശീലിച്ചിട്ടുള്ളൂ. നീ അത് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവൻ ദേഷ്യത്തിൽ ദക്ഷ തട്ടി നിൽക്കുന്ന ചുവരിൽ വലതുകൈ മുഷ്ടി ചുരുട്ടി അടിച്ചു. അവൾ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി പ്രവൃത്തിയാലേ നിനക്ക് മനസ്സിലാകൂ എന്നാണേൽ ഞാൻ പ്രവർത്തിച്ചതിന് മനസ്സിലാക്കിക്കാം. എന്തേ? വല്ലാത്തൊരു ഭാവത്തിൽ അഗ്നി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു. ദക്ഷ കണ്ണുമിഴിച്ചു അവനെ നോക്കി. അവൻ്റെ ദേഷ്യം നിറഞ്ഞ കണ്ണുകൾ അഗ്നിയായി അവളിലേക്ക് വർഷിക്കുന്ന പോലെ ദക്ഷയ്ക്ക് തോന്നി. ദക്ഷ പേടികൊണ്ട് വിറച്ചു. ദേവേട്ടാ, വേണ്ട. അതെന്താടി വേണ്ടാത്തേ? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരില്ല, ഞാനും നീ മാത്രം. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ. ഹോട്ടായിട്ട് എന്തെങ്കിലും കിട്ടിയേ തീരൂ. അവൻ അവളുടെ നെറ്റിയിൽ കൂടി താഴോട്ട് ഒഴുകി ഇറങ്ങുന്ന വിയർപ്പ് തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, പ്ലീസ്, ഇന്നെന്തായാലും നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ്റെ ചൂണ്ടുവിരൽ നെറ്റിയിലൂടെ ഓടിച്ചു നാസിക വഴി താഴോട്ട് ചലിച്ചു. ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമിനീര് പോലും ഇറക്കാൻ സാധിക്കാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ വിരൽ അധരങ്ങളിൽ എത്തി അവയെ തഴുകി. വിരലാലെ അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് ഞെരടി. വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നിയുടെ നിശ്വാസവും അവൻ്റെ ശരീരവും അവളിലേക്കടുത്തതും ദക്ഷ സർവ്വശക്തിയെടുത്തു അവനെ ഉന്തി മാറ്റി ഓടി. എന്നാൽ അഗ്നി അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. എങ്ങോട്ടേക്കാടി നീ ഓടുന്നത്? അവൻ അവളുടെ കയ്യിൽ ശക്തിയായി പിടിച്ചു തിരിച്ചു പറഞ്ഞു. ദക്ഷ കുതറാൻ ശ്രമിക്കും തോറും അവളുടെ കയ്യിലെ അവൻ്റെ പിടി മുറുകി. കുപ്പിവള ഒടിഞ്ഞ് കയ്യിൽ ചീളുകൾ കുത്തിക്കയറി. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. അഗ്നി അവളെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് ലോക്കാക്കി. അവൻ്റെ ചൂട് ശ്വാസം അവളുടെ നെറ്റിയിൽ ഏൽക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളിലേക്കും പകർന്നു. ദക്ഷയുടെ ശ്വാസഗതി ഉയർന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ കടുങ്കാപ്പി മിഴികളിൽ ഉടക്കി. എന്നാൽ അഗ്നിയുടെ കണ്ണുകൾ എന്തോ തേടുന്ന പോലെ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. അവൻ്റെ നോട്ടം തൻ്റെ അധരങ്ങളിൽ ആണെന്ന് കണ്ടതും അവൾ അവനെ തള്ളിമാറ്റി ഓടാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കൈക്കരുത്തിൽ അവൾ ചുവരിലേക്ക് തന്നെ ചേർക്കപ്പെട്ടു. അവൻ അവളുടെ ഇരു കൈകളും പുറകിലേക്ക് വളച്ചു പിടിച്ചു. വേദന കൊണ്ട് അവളിൽ നിന്നും ഒരേങ്ങൽ പുറത്തേക്ക് വന്നു. ഇടം കൈയാലെ അവളുടെ കൈകളെ പുറകിൽ നിന്ന് പിടിച്ചവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ഭാവം കണ്ടു അവളൊന്ന് വിറച്ചു. അത് കാണുകെ അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. സംഭവിക്കാൻ പോകുന്നതിനെ എതിർക്കാൻ ശക്തിയില്ലാതെ അവൻ്റെ കരുത്തിൽ ദുർബലയായ അവൾ കണ്ണടച്ചു നിന്നു. അവൻ മുഖം താഴ്ത്തി. അവളുടെ തൊണ്ടയിൽ നിന്നും ഉമിനീർ ഇറക്കുന്ന കൈവഴി അവൻ നോക്കി. തൻ്റെ കഴുത്തിൽ തട്ടുന്ന ചൂട് നിശ്വാസത്തിൽ തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അഗ്നിയുടെ തണുത്ത ശരീരം കുറച്ചുകൂടി ശക്തിയായി അവളിലേക്ക് അമർന്നു. ഒരു മിന്നൽ പിണർ ദക്ഷയുടെ ശരീരമാകെ പാഞ്ഞുപോയി. അവൻ്റെ മുഖം അവളുടെ അധരങ്ങളിലേക്ക് അടുത്തതും അവൾ കണ്ണുകൾ അടച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും അഗ്നിയുടെ അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും അവൾ കണ്ണുകൾ പതുക്കെ തുറന്നു. കൈ മാറിൽ കെട്ടി ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളൊന്ന് നിശ്വസിച്ചു. എന്താടി, നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ? അവൻ പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു ഉമ്മ പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് തരാൻ എനിക്കിപ്പോൾ ഒരു മൂഡില്ല. ഇനി മൂഡ് വരുമ്പോൾ നോക്കാം കേട്ടോ. അത്രയും പറഞ്ഞു അവൻ അവളുടെ കീഴ്ചുണ്ടിൽ ഒരു തട്ട് കൊടുത്തു. ആ തട്ടിൽ മുൻപ് കരിഞ്ഞ മുറിവ് താങ്ങി രക്തം പൊടിഞ്ഞിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ അഗ്നി ഒരു നിമിഷം ഞെട്ടി നിന്നു. അമ്മ! എന്താടാ, ദക്ഷ എവിടെ? അഗ്നി തിരിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി. ദക്ഷ അപ്പോഴേക്കും വെളിയിലേക്ക് വന്നു. അവളുടെ പൊട്ടിയ ചോര പൊടിഞ്ഞ ചുണ്ടും പൊട്ടിയ കുപ്പിയോളകളും കാണുക സുഭദ്ര അഗ്നിയെ നോക്കി. പൊട്ടി വന്ന ചിരി അമർത്തി അവർ അവൻ്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചു. നിങ്ങൾക്ക് നല്ല ഒരു റൂമില്ലേ കണ്ണാ? അവിടെ വെച്ച് പോരെ നിൻ്റെ ഈ പരാക്രമം? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ. ഈ ചായ്പേ കിട്ടിയുള്ളൂ നിനക്ക്? ആ അമ്മ വേദനിക്കുന്നു. വേദനിക്കട്ടെ. പാവം എൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ടും പൊട്ടിച്ച് അവന് വേദനിക്കുന്നുവെന്ന്. അഗ്നി ഞെട്ടി ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവളുടെ പൊട്ടിയ ചുണ്ട് അവൻ കാണുന്നത്. പോരാത്തതിന് ഇല്ലാത്ത നാണമൊക്കെ ഇട്ട് നമ്രമുഖിയായി കൈവിരൽ വായിലും. കാലുകൊണ്ട് അത്തപ്പൊക്കളം വരയ്ക്കുന്ന ദക്ഷയെ നോക്കി അവൻ അന്തം വിട്ടുപോയി. മതി അവളെ നോക്കി നിന്നത്. പോയി ഡ്രസ്സ് മാറി ജോലിക്ക് പോകാൻ നോക്കുക കണ്ണാ.
അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടി അകത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട് 2 ജോഡി കുഞ്ഞു കണ്ണുകളിൽ പക എരിഞ്ഞു. ദക്ഷയും കുട്ടിപ്പട്ടാളവും ചേർന്ന് കുഞ്ഞു കുഞ്ഞു കുസൃതികളുമായി മുന്നോട്ട് പോയി. ദക്ഷ അഗ്നിയെ ഭയന്ന് കുറച്ചൊന്ന് ഒതുങ്ങി. എന്നാൽ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുന്ന ആ പക എരിഞ്ഞ കുഞ്ഞു കണ്ണുകളെ ആരും കണ്ടില്ല. അന്ന് അഗ്നിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അവൻ്റെ ഡ്രീം പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷനാണ്. അഗ്നി രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. സുഭദ്രയോട് നേരത്തെ പറഞ്ഞതുകൊണ്ട് അവർ രാവിലെ അമ്പലത്തിലേക്ക് പോയി. അഗ്നി പതിവില്ലാതെ ദക്ഷയോട് ചിരിച്ചു യാത്ര പറഞ്ഞു ഇറങ്ങി. കാറിൽ കയറാൻ പോയപ്പോഴാണ് കാറിൻ്റെ ടയർ പഞ്ചറായത് കാണുന്നത്. അവൻ വാച്ചിൽ നോക്കി. സമയം 9:45 ആകുന്നു. 10:30-നാണ് മീറ്റിംഗ്. ഇവിടുന്ന് 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. തറവാട് കുറച്ച് ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ അവൻ വേഗം സ്റ്റെപ്പിനി എടുത്തു ആ ടയർ ചേഞ്ച് ചെയ്തു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ പോയപ്പോഴാണ് ആ സൈഡിലെ ടയറും പഞ്ചറാണെന്ന് കാണുന്നത്. അവൻ കുനിഞ്ഞിരുന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ആണിയും കണ്ടു. ഇതേ സമയം ദക്ഷ അലക്കാനുള്ള തുണികളെടുത്ത് കുളക്കടവിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ അടക്കി പിടിച്ച സംസാരം കേൾക്കുന്നത്. കേശുവേട്ടാ, എന്താടി പൊന്നു? എനിക്ക് പേടിയാവണു. ആ കരടി എങ്ങാനും കണ്ടുപിടിക്കുമോ? എൻ്റെ പൊന്ന് പേടിക്കണ്ട കേട്ടോ. അന്നെൻ്റെ ചെവി പിടിച്ച് തിരിച്ചപ്പോൾ വിചാരിച്ചതാ ആ കരടിക്കൊരു പണി കൊടുക്കണമെന്ന്. എന്നാലും നമുക്ക് ദക്ഷച്ചിൻ്റെ അടുത്ത് പറഞ്ഞാലോ? വേണ്ട പൊന്നൂസേ, ഒരൊറ്റ ടയറല്ലേ പഞ്ചറായുള്ളൂ. അപ്പോൾ ഒന്നും പേടിക്കണ്ട. കേശു അവൻ്റെ പുഴുപ്പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ ചേട്ടാ അങ്ങനെ? പൊന്നു വെപ്രാളത്തോടെ ചോദിച്ചു. അതോ, ഒരു ടയറാണെങ്കിൽ സംശയം തോന്നില്ല. ഒരേ സമയം 2 ടയർ പഞ്ചറാകുമ്പോൾ ആ സംശയം തോന്നുവാ. നീ സിനിമയൊന്നും കാണാറില്ല എൻ്റെ പൊന്നൂട്ടിയെ. കേശുവേട്ടാ, പൊന്നു നഖം കടിച്ചുകൊണ്ട് വിളിച്ചു. എന്താ പൊന്നൂട്ടിയെ? അതും ഞാനുണ്ടല്ലോ കേശുവേട്ടാ. ഞാനും ഒരു ടയറിന് ആണി കുത്തി ഇറക്കിയിരുന്നു. പൊന്നു പേടിച്ച് ചുണ്ടു പിളർത്തി പറഞ്ഞു. കേശു! അപ്പോഴേക്കും ദക്ഷയുടെ ശബ്ദം കേട്ടു. അവർ 2 പേരും ചാടി എഴുന്നേറ്റു. കുറ്റവാളികളെപ്പോലെ തല താഴ്ത്തി നിന്നു. ദക്ഷ എന്തോ പറയാൻ തുടങ്ങിയതും അഗ്നി ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു. എന്തെങ്കിലും പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ മുമ്പ് അവളെയും കൊണ്ട് അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ കയ്യിലുള്ള അഗ്നിയുടെ പിടിയിൽ നിന്നു തന്നെ അവൻ്റെ ദേഷ്യം അവൾ ഊഹിച്ചു. അവൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ദക്ഷ കുതറിയില്ല. ഒന്നും ഉരിയാടാതെ അവൾ അവൻ്റെ കൂടെ ചെന്നു. അകത്തേക്ക് കയറിയതും അവൻ അവളെ സോഫയിലേക്ക് വലിച്ചിട്ടു. പിന്നെ അവൻ്റെ കലിപ്പ് ഭാവം കണ്ടപ്പോൾ കണ്ടു ശീലമായതുകൊണ്ട് അവൾ മുഖത്തേക്ക് നോക്കിയില്ല. ദക്ഷ, നിൻ്റെ ചെറിയ കുറുമ്പും കളിയും ഞാൻ കാണാറുണ്ട്. അതൊക്കെ ക്ഷമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് അവനൊന്ന് നിർത്തി കണ്ണടച്ചു തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. വീണ്ടും തുടർന്നു. ഞാൻ നിൻ്റെ കളിപ്പാവയല്ല ദക്ഷ. ഇതെൻ്റെ അവസാനത്തെ വാണിംഗ് ആണ്. ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും എംപ്ലോയീസും 2-3 ആഴ്ചയായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഈ പ്രൊജക്റ്റ് സൈൻ ചെയ്യാൻ പറ്റിയാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന നിലയ്ക്ക് ഒരു മൈൽ സ്റ്റോൺ ആണ് ഞങ്ങൾക്ക്. ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഒരുപറ്റ ആളുകൾ ഓവർ ടൈം ചെയ്യുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കമ്പനിക്ക് വേണ്ടി, ഈ പ്രൊജക്റ്റിന് വേണ്ടി. അതും RM അസോസിയേറ്റ്സുമായൊരു ടൈപ്പ്. അത് എൻ്റെ സ്വപ്നമാണ്. നീ കാരണം എന്തെങ്കിലും നഷ്ടം അതിനുണ്ടായാൽ അത് ഞാൻ സഹിക്കില്ല. ഇന്നുവരെ കണ്ട അഗ്നി ആയിരിക്കില്ല പിന്നെ നീ കാണുന്നത്. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അഗ്നി ഫോണെടുത്ത് യൂബർ വിളിച്ചു വന്ന കാറിൽ കയറിപ്പോയി. അഗ്നി പോയതും ദക്ഷ പൂജാമുറിയിലേക്ക് ഓടി. എൻ്റെ കൃഷ്ണ, കാത്തോളണേ, ദേവേട്ടനെ വിഷമിപ്പിക്കല്ലേ. ആ പാവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറക്കമൊഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത പ്രൊജക്റ്റാണ്. അത് ദേവേട്ടൻ തന്നെ കിട്ടണേ. ദക്ഷ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അഗ്നി ഓടിപ്പിടിച്ച് മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോൾ അവരുടെ ഊഴം കഴിഞ്ഞു പോയിരുന്നു. അജി അവനായി ലോബിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അഗ്നി എവിടെ ആയിരുന്നടാ? അജി ഓടി വന്ന അഗ്നിയോട് ചോദിച്ചു. ഡാ, ടൈം സാരമില്ല. VV മോഹൻ സാറിനോട് സംസാരിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ ലാസ്റ്റിലേക്ക് മാറ്റാൻ. ബട്ട് എന്താടാ എന്താ? അതൊരു ബ്ലാക്ക് മാർക്കാവും. നിനക്കറിയാമല്ലോ, പഞ്ച്വാലിറ്റിയൊക്കെ അവർ നോട്ട് ചെയ്യും. അഗ്നിയുടെ മുഖം വാടി. അത് വിട്, നീ ലേറ്റ് ആവണ്ട. കം, ലെറ്റ്സ് ഗോ ടു ദ മീറ്റിംഗ് റൂം. അഗ്നിയായിരുന്നു പ്രസൻറ്റ് ചെയ്തത്. അവൻ നന്നായി തന്നെ പ്രസൻറ്റ് ചെയ്തു. അവർ മുൻപോട്ട് വെച്ച ഐഡിയാസും വളരെ വ്യത്യസ്തമായിരുന്നു. പ്രസൻറ്റേഷൻ കഴിഞ്ഞതും എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു. VV വന്നു അഗ്നിയെ കെട്ടിപ്പിടിച്ചു. നമുക്ക് തന്നെ കിട്ടുമോടാ, നീ ടെൻസ്ഡ് ആവാതെ. വി ആർ ദ ബെസ്റ്റ് എമംഗ് ദ റെസ്റ്റ്. എന്തായാലും ഇന്ന് ഈവനിങ് റിസൾട്ട് അറിയാമല്ലോ. അല്ല, അജി എവിടെ? നീ മറന്നോ? ഇന്ന് വൈകുന്നേരം അല്ലേ അവൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ പാർട്ടി? അവൻ അങ്ങോട്ട് പോയി. ഓ, ഞാനിതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയടാ. നീ എന്തായാലും ദക്ഷയും കൂട്ടി വാ, അപ്പോഴേക്കും റിസൾട്ട് പറയാം. VV അവൻ്റെ തോളിലിടിച്ചു പറഞ്ഞു. ഓക്കേടാ, ഞാൻ എത്തിയേക്കാം. നീ കുറച്ചു നേരം ആയില്ലോ കൃതി ഫോണിൽ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ അതിലിത്ര നോക്കാൻ? മിയ ഫോണിൽ കണ്ണിമ വയ്ക്കാതെ നോക്കിയിരിക്കുന്ന കൃതിയോട് ചോദിച്ചു. വേറെ ആരെ? എൻ്റെ അഗ്നിയെ തന്നെ.
നീ ഇവിടെ ഫോട്ടോയിൽ നോക്കി ഇരിക്കത്തേ ഉള്ളൂ. അവളില്ലേ ആ ബ്ലഡി ഓർഫൻ ദക്ഷ, അവൾ അവനെ ഇപ്പോൾ കറക്കിയെടുത്ത് കാണും. നോ മിയ, സ്റ്റോപ്പ് ഇറ്റ്. കൃതി അവളുടെ കയ്യിലിരുന്ന ഫോൺ തറയിലേക്ക് വലിച്ചെറിഞ്ഞു അലറി. മിയ അവളുടെ പ്രതികരണം കണ്ട് പേടിച്ച് എഴുന്നേറ്റു. കൃതി, ഡാ, ഐ ആം സോറി. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, അവൾ കൃതിയുടെ കൈയെടുത്ത് പിടിച്ചു പറഞ്ഞു. ലുക്ക്, ഇന്നത്തെ പാർട്ടി, അതാണ് അവസരം. പ്രോപ്പർ പ്ലാൻ വേണം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകരുത്. ഇല്ല മിയ, ഇന്നെൻ്റെ അഗ്നി ഈ കൃതിയെ ചുംബിക്കും, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ദക്ഷയെപ്പോലൊരു പട്ടിക്കാട്ടുകാരിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. നീ നോക്കിക്കോ, ഇന്നത്തോടെ അവളുടെ ശല്യം ഞാൻ തീർക്കും, ഒരു വല്ലാത്ത ഭാവത്തോടെ കൃതി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാർട്ടിയിൽ ദക്ഷയുടെ കരയുന്ന മുഖം കാണാം അല്ലേ കൃതി? മിയ കൃതിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ മോളെ ശ്രദ്ധിക്കുന്നതാ. എന്തു പറ്റി എൻ്റെ കാന്താരിയുടെ മുഖത്തിനൊരു വാട്ടം? മിണ്ടാതെ സോപാനത്തിൽ വെളിയിലോട്ട് നോക്കിയിരിക്കുന്ന ദക്ഷയെ തലോടി സുഭദ്ര ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ദേവേട്ടന് ഇന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായി എന്ന് അറിയാഞ്ഞിട്ട് ഒരു സങ്കടം. അയ്യേ, അതിനാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ അവൻ കൈകാര്യം ചെയ്തോളും. മോള് വന്നേ, നമുക്ക് ഊണ് കഴിക്കാം. രാവിലെയും ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ടമ്മേ, വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? വേണ്ടാഞ്ഞിട്ടാ, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. അത് കേട്ടതും സുഭദ്ര പരിഭ്രമത്തോടെ ദക്ഷയുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. പനിയായിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഒന്ന് ഉറങ്ങിയാൽ മാറിക്കോളും. എങ്കിൽ മോൾ ചെല്ല്. അപ്പോഴാണ് സുഭദ്രയുടെ ഫോൺ ബെല്ലടിച്ചത്. എന്താടാ കണ്ണ? കണ്ണൻ്റെ പേര് കേട്ടതും ദക്ഷ പോകാതെ അവിടെ തന്നെ നിന്നു. ആണോ? അതൊക്കെ ഞാൻ റെഡിയാക്കി നിർത്തിക്കോളാം. എത്ര മണിക്കാ? ശരി കണ്ണ. എന്താ അമ്മേ ദേവേട്ടൻ പറഞ്ഞത്? ഫോൺ വെച്ചതും ദക്ഷ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. നിന്നെ ഒന്ന് സുന്ദരിയാക്കി ഒരുക്കി നിർത്താൻ പറഞ്ഞു നിന്റെ ദേവേട്ടൻ. സുഭദ്ര ചിരിയോടെ പറഞ്ഞു. അന്തിച്ചു നിൽക്കുന്ന ദക്ഷയുടെ കവിളിൽ നിന്ന് തട്ടി അവർ തുടർന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനാ മോളെ. ഒരു 7 ആകുമ്പോൾ അവൻ വരും. അപ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ആണോ അമ്മേ? ദേവേട്ടൻ പറഞ്ഞു എന്നെ കൂട്ടാൻ വരുമെന്ന്. ദക്ഷ സുഭദ്രയെ കൈകൊണ്ട് ചുറ്റി നിന്ന് ചോദിച്ചു. ആടി പെണ്ണെ, ഇപ്പോൾ പോയി ഒന്ന് കിടക്ക്, എന്നിട്ട് സമയമാകുമ്പോൾ റെഡിയായി നിൽക്കൂ. ശരി. സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയും അവർക്കായി സമ്മാനിച്ച് ദക്ഷ അകത്തേക്ക് കയറി. റോയൽ ബ്ലൂ കളറിൽ ഗോൾഡൻ ബീഡ്സ് വർക്കുള്ള ഡിസൈൻ സാരി ആയിരുന്നു ദക്ഷ ഉടുത്തത്. സാരിയുടെ പ്ലീറ്റ് എടുക്കാതെ ഒറ്റ ലെയറായി ഇട്ടു. മുടിയും അഴിച്ചിട്ടു. ജസ്റ്റ് ഒരു ക്രാബ് ചെയ്തു. മിതമായി മാത്രം ഒരുങ്ങി. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം വിലയിരുത്തി താഴേക്ക് ചെന്നു. സ്റ്റെയർ വഴി താഴെ ഇറങ്ങി വന്ന ദക്ഷ ചെന്നുപെട്ടത് അവളെയും നോക്കി വന്ന അഗ്നിയുടെ മുൻപിലേക്കായിരുന്നു. അഗ്നി ദക്ഷയെ നോക്കി മതിമറന്ന് നിന്നുപോയി. ഒരു അപ്സരസിനെ പോലെ ഭംഗിയായി നിൽക്കുന്ന അവളുടെ ലാളിത്യത്തിലും എളിമയിലും അവൻ അത്ഭുതപ്പെട്ടു നിന്നു. അത്രയും സിമ്പിളായിട്ടായിരുന്നു അവൾ ഒരുങ്ങിയിരുന്നത്. സുഭദ്രയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ആഹാ, എൻ്റെ മോൾ ഇന്ന് സുന്ദരിയായല്ലോ. ദക്ഷയുടെ മുഖം ചുവന്നു തൊടുത്തു. അഗ്നിയുടെ ശ്രദ്ധ എന്തുകൊണ്ടോ അവളുടെ മൂക്കുത്തി പോലുള്ള പാടിലെത്തി നിന്നു. മറുകല്ല, പിന്നെ എന്തായിരിക്കും? മൂക്കുകുത്തിയ പാടായിരിക്കുമോ? അവൻ ആലോചിച്ചു. ഡാ കണ്ണ, നീ അവളെ നോക്കി ഇങ്ങനെ നിൽക്കാനാണോ ഇത്രയും ധൃതി പിടിച്ച് ഓടി വന്നത്? അപ്പോഴാണ് അഗ്നിക്ക് താൻ ഇത്രയും നേരം ദക്ഷയെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന ബോധം വന്നത്. അവൻ ഒരു ചമ്മിയ ചിരി ചിരിച്ചു അവളെ ഒന്ന് നോക്കി. ദക്ഷ പുതിയതായി അഗ്നിയുടെ കണ്ണിൽ വിരിയുന്ന ഭാവങ്ങളിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു. അഗ്നി അവളെയും കൂട്ടി പാർട്ടി ഹാളിൽ എത്തിയപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയായിരുന്നു. ഒരു റൂഫ് ടോപ്പിലായിരുന്നു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. സ്വിമ്മിംഗ് പൂളിനു ചുറ്റും ലൈറ്റ് വെച്ച് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പോരാത്തതിന് ഹൈഡ്രജൻ ബലൂൺസും, അതും മൾട്ടി കളേഴ്സ്. അജിയുടെ ഫാമിലിയും ചേട്ടൻ അരുണിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് വലിയൊരു പാർട്ടി. പവി, വിവി, അജി, കൃതി, മിയ എല്ലാവരും അവരെക്കാൾ മുമ്പ് എത്തിയിരുന്നു. എല്ലാവരെയും കണ്ട് ദക്ഷ പുഞ്ചിരിച്ചു. പവി അവളെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ ദച്ചൂട്ടി അങ്ങ് സുന്ദരിയായല്ലോ. ദക്ഷയുടെ കവിളിൽ തലോടി പവി പറഞ്ഞു. പോ ചേച്ചി, കളിയാക്കാതെ. എന്തായി നിൻ്റെ കരടിക്ക് വല്ല കുലുക്കവും ഉണ്ടോ പെണ്ണേ? ഒന്നുമില്ല ചേച്ചി. ദക്ഷയുടെ മുഖം വാടി. അയ്യേ, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിൻ്റെ പവി ചേച്ചിയല്ലേ കൂടെയുള്ളത്? പവി അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു. പിന്നെ ഒരു മേളമായിരുന്നു. കേക്ക് കട്ടിങ്ങും പരിചയപ്പെടലും ഒക്കെയായി സമയം പോയി. എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് ഫുഡും കഴിച്ചു. പവിയും വിവിയും അജിയും ആയി ദക്ഷ നന്നായി തന്നെ എൻജോയ് ചെയ്തു. കൃതിയും മിയയും അവരോടൊപ്പം അനിഷ്ടം പുറത്ത് കാണിക്കാതെ ചിരിച്ചു കളിച്ചിരുന്നു. അഗ്നി പ്രസൻറ്റേഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ വിവിയും അജിയും അവൻ്റെ മൂഡ് മാറ്റിയെടുത്തു. ഇടയ്ക്കിടയ്ക്ക് അഗ്നിയുടെ കണ്ണുകൾ അവൻ പോലും അറിയാതെ ദക്ഷയെ തേടിപ്പോയി. അരുണിൻ്റെ ഫ്രണ്ട്സിൽ ചിലരുടെ കണ്ണ് ദക്ഷയിലാണെന്ന് കണ്ടതും അഗ്നിക്കെന്തോ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി.
ഇതൊന്നും അറിയാതെ പവിയുമായി വമ്പൻ ചർച്ചയിലായിരുന്നു ദക്ഷ. അവസാനം അരുണിൻ്റെ ഫ്രണ്ട്സും അവരും മാത്രം ബാക്കിയായി. പെട്ടെന്നാണ് കൃതി ഒരു ബോട്ടിലായി അങ്ങോട്ട് വന്നത്. ഗെയ്സ്, കം ലെറ്റ്സ് പ്ലേ സ്പിൻ ദ ബോട്ടിൽ ഗെയിം. ഹേയ്, അതൊന്നും ശരിയാവില്ല കൃതി, അഗ്നി പറഞ്ഞു. അങ്ങനെ പറയല്ലേ, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിട്ട് എത്ര നാളായി, പ്ലീസ്. പിന്നെ നോ ക്വസ്റ്റ്യൻസ് ഡൂയിങ് ദ ഗെയിം. ഡെയറിൽ എന്തും ചെയ്യിപ്പിക്കാം, അതിൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ആദ്യം ആരും സമ്മതിച്ചില്ല. എങ്കിലും അവസാനം മിയയും കൂടെ കൃതിയെ സപ്പോർട്ട് ചെയ്തതും എല്ലാവരും സമ്മതിച്ചു. അഗ്നിയുടെ നേരെ ഓപ്പോസിറ്റായി മിയയാണ് ഇരുന്നത്. തൊട്ടപ്പുറത്തായി ദക്ഷയും. ആദ്യത്തെ വട്ടം ബോട്ടിൽ ടേൺ ചെയ്തു. പോയിൻ്റ് ചെയ്തു നിന്നത് ദക്ഷയിലായിരുന്നു. ചോദ്യം ചോദിക്കേണ്ടത് വിവിയും. ട്രൂത്ത് ഓവർ ഡെയർ, വിവി ചോദിച്ചു. ദക്ഷ ഡെയർ ആണ് എടുത്തത്. വിവി അവളോട് പാട്ട് പാടാനാണ് പറഞ്ഞത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദക്ഷ ബോൾഡായി എഴുന്നേറ്റ് നിന്ന് പാടി തുടങ്ങി. അഗ്നി അവൾ പാടുന്നത് കേട്ട് ഞെട്ടിപ്പോയി. അവളുടെ ശബ്ദമാധുര്യത്തിൽ എല്ലാവരും ലയിച്ചിരുന്നു. അഗ്നിയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. കണ്ണുകൾ അടച്ചു പാടുന്ന ദക്ഷയെ എത്ര കണ്ടിട്ടും മതിയാകാത്ത പോലെ അവൻ നോക്കിയിരുന്നു. ഇതെല്ലാം കണ്ട് കൃതിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പാടി തീർന്നതും എല്ലാവരും കൈയടിച്ചു. ദക്ഷയുടെ കണ്ണുകൾ ആദ്യമേ അഗ്നിയായിരുന്നു തേടിയത്. അവൻ്റെ കണ്ണിലെ തിളക്കം കണ്ടതും അവൾക്ക് ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെട്ടു. നെക്സ്റ്റ് റൗണ്ടിൽ ബോട്ടിൽ ടേൺ ചെയ്തു നിന്നത് അഗ്നിയുടെ നേർക്കായിരുന്നു. ചോദ്യം ചോദിക്കേണ്ടത് മിയയും. മിയ ഒരു സംതൃപ്തിയോടെ കൃതിയെ നോക്കി. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. അഗ്നിയും ഡെയർ ആണ് സെലക്ട് ചെയ്തത്. മിയയും കൃതിയും തൻ്റെ പ്ലാൻ വർക്ക് ചെയ്യുന്ന ആവശ്യത്തിലായിരുന്നു. സോ അഗ്നി, നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 1, കൃതിയെ നീ ഇപ്പോൾ ഇവിടെ വെച്ച് കിസ് ചെയ്യണം, അത് ഫ്രഞ്ച് കിസ്. അല്ലെങ്കിൽ 2, ദക്ഷയെ നീ പൂളിൽ എറിയണം. നിനക്ക് ഏത് വേണേൽ സെലക്ട് ചെയ്യാം. ഇത് കേട്ടതും എല്ലാവരും നടുങ്ങി പരസ്പരം നോക്കി. ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അഗ്നി ഒരിക്കലും ഒരു പെൺകുട്ടിയെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് പൂളിൽ എറിയില്ല എന്ന് കൃതിക്ക് മിയയ്ക്ക് ഉറപ്പായിരുന്നു. കൃതി ഉള്ളിലെ സന്തോഷം അടക്കി ഞെട്ടുന്നതായി അഭിനയിച്ചു. അഗ്നി ഒന്ന് ആലോചിച്ച ശേഷം എഴുന്നേറ്റ് ദക്ഷയുടെ അരികിലേക്ക് ചെന്നു. അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദക്ഷ ഒരു നിമിഷം സ്തംഭിച്ച് ചുറ്റിനും നോക്കി. അഗ്നി അവളെ ഒന്നുകൂടി അവളിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ ഹൃദയം തുടികൊട്ടാൻ തുടങ്ങി. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അഗ്നി, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവളെ അല്ല, കൃതിയെയാണ്. മിയ, ഷട്ടപ്പ്. അഗ്നി ദേഷ്യത്തിൽ മിയയോട് അലറി. എല്ലാവരും ചുറ്റിനും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ആയി ആകാംക്ഷയോടെ നിന്നു. കൃതിയുടെയും മിയയുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഗ്നിയുടെ മുഖം അവളുടെ അധരങ്ങളിലേക്ക് അടുത്തതും ദക്ഷ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു.